സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാൽ നഗരത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ഭീംബട്കൽ എന്ന് പറയുന്ന യുനെസ്കോയുടെ ഒരു സംരക്ഷിത സ്മാരകത്തിലാണ്. ഇത് വളരെ വിജ്ഞാനപ്രദമായ ചില കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. അതോടൊപ്പം വളരെ കൗതുകകരമായ ചില കാര്യങ്ങളും ഇതിൽ കാണാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ഇതാണ് ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ കണ്ടെത്തിയ ഇന്ത്യയിൽ ജീവിച്ച മനുഷ്യരുടെ ഏറ്റവും പഴക്കമേറിയ ആവാസ വ്യവസ്ഥയും നമുക്ക് തെളിവ് കിട്ടിയ സ്ഥലവും ഇതാണ്. ഇതിനകത്താണ് അന്നത്തെ മനുഷ്യർ താമസിച്ചിരുന്നത്. നോക്കൂ, ഭീമാകാരമായ പാറകൾ, അതിനിടയിൽ ഉള്ള അറകളിലാണ് ഈ മനുഷ്യർ താമസിച്ചത്. ചരിത്രത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രം പറയുന്നത് 9000 വർഷം മുമ്പ് ആണ് ഇവിടെ മനുഷ്യർ വസിച്ചിരുന്നതെന്നാണ്. ഞാൻ ഇതുവരെ നടത്തിയ യാത്രയിൽ ഒരിടത്തും കണ്ടെത്തിയിട്ടില്ലാത്ത, കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാഴ്ച ആണ് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞത്. ഭീമാകാരമായ കല്ലുകൾ നോക്കൂ, ഗുണാക്കേവിനെ തോൽപ്പിക്കുന്ന മാതിരിയുള്ള ഒരു സ്ഥലം. ഇതിനകത്താണ് മനുഷ്യർ അന്ന് താമസിച്ചത്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം പറയാം. ഈ 9000 വർഷം മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന മനുഷ്യർ വരച്ചു വെച്ച ചില ചിത്രങ്ങൾ, ഗുഹാചിത്രങ്ങൾ ഇപ്പോഴും ഇതിനകത്ത് അവശേഷിക്കുന്നുണ്ട്. നോക്കൂ, മാനിൻ്റെയും ആനയുടെയും മറ്റ് കാട്ടുമൃഗങ്ങളുടെയും പിന്നെ ഒരു കൈയുടെയും ഒക്കെ ചിത്രങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഇനി ഇങ്ങനത്തെ 15 ഷെൽട്ടറുകൾ അല്ലെങ്കിൽ ഗുഹകൾ ഇവിടെ ഉണ്ട്. അതിലെല്ലാം ധാരാളം ചിത്രങ്ങളുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ചിത്രങ്ങളിൽ എവിടെയും ഒരു ദൈവത്തിൻ്റെയും ഒരു മതത്തിൻ്റെയും ഒരു തെളിവും ഒരു ചിത്രവുമില്ല. ഉള്ളത് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും അവർ വേട്ടയാടുന്നതിൻ്റെയും ചിത്രങ്ങൾ മാത്രമാണ്. നോക്കുക, വെറും 9000 വർഷം മുമ്പ്, ലക്ഷക്കണക്കിന് വർഷമൊന്നും നമ്മൾ പറയണ്ട, വെറും 9000 വർഷം മുമ്പ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർക്കാകെ അറിയാമായിരുന്നത് മനുഷ്യരെക്കുറിച്ചും പിന്നെ കുറച്ച് മൃഗങ്ങളെക്കുറിച്ചും മാത്രമാണ്. അതുകൊണ്ടാണ് അവർ വരച്ച ചിത്രങ്ങളിൽ അവ മാത്രമായി പോയത്. ഒരു ദൈവം ഉണ്ടായില്ല. നോക്കൂ, ഇതുപോലത്തെ ഭീമാകാരമായ അനവധി പാറകളുടെ അടിയിൽ ഈ മനുഷ്യർ താമസിച്ചിരുന്നു എന്നത് ആശ്ചര്യജനകമായിട്ട് എനിക്ക് തോന്നി. അപ്പം അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം എന്ന് കരുതി ഈ വീഡിയോ എടുത്തതാണ്. ഇത് കഴിയുന്ന എല്ലാ ആളുകൾ വന്ന് കാണുന്നത് നല്ലതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് കണ്ടെങ്കിലും കുറച്ച് തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. വെറും 9000 വർഷം മുമ്പ് ഇന്ത്യയിൽ ജീവിച്ച മനുഷ്യന് ദൈവം ഉണ്ടായിരുന്നില്ല, മതം ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് മനുഷ്യനും മൃഗങ്ങളും അതിനെക്കുറിച്ചുള്ള അറിവുകളും മാത്രമായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇതുപോലെ എല്ലാ ഗുഹയിലും ധാരാളം ചിത്രങ്ങൾ അവർ വരച്ചു വച്ചിട്ടുണ്ട്. അതെല്ലാം നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, യുനെസ്കോ സംരക്ഷിക്കുന്നുണ്ട്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രങ്ങളുടെ പഴക്കം നിർണ്ണയിച്ചിട്ടുള്ളത്. വെറുതെ പറയുന്നതല്ല, കൃത്യമായി ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. 9000 വർഷം മുമ്പ് ജീവിച്ച മനുഷ്യൻ വരച്ചു വെച്ച ചിത്രമാണ് ഇത്. ഇതിനകത്ത് മൃഗങ്ങളല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല.